ഇസ്ലാം ഉപേക്ഷിച്ച് അവിശ്വാസത്തിലേക്ക് പോകുന്നത് തീയിലേക്ക് പോകുന്ന പോലെ പേടിക്കുന്ന ഒരാൾ. ഇന്ന് നിരീശ്വരവാദം സംവാദങ്ങൾ, നിരീശ്വരവാദികളുടെ സംവാദങ്ങള്, അവരുടെ അവതരണങ്ങള്, വിഷയാവതരണങ്ങള്, സമർത്ഥനങ്ങള് യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലും നമ്മുടെ ചെറുപ്പക്കാർ ഇവർക്കെന്ത് പറയാനുണ്ടെന്ന് കേട്ടുനോക്കട്ടെ എന്ന് കണ്ട് ഒന്ന് കേട്ടുനോക്കുകയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിക്കുകയും യഥാർത്ഥമായ വസ്തുതകളെ വളച്ചൊടിച്ച് സമർത്ഥിക്കുന്ന ഇത്തരക്കാരുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയും അള്ളാഹുവിനോടും റസൂലിനോടും ഒരിക്കലും തോന്നാൻ പാടില്ലാത്ത ചിന്തകൾ തോന്നിത്തുടങ്ങുകയും ചെയ്താൽ പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഈമാൻ ഒരു മനുഷ്യൻ കുപ്പായം അണിയുന്ന പോലെ, കുപ്പായം ഊരി എറിയുന്ന പോലെ ചില ആളുകളിൽ നിന്നും ഈമാൻ ഉയർത്തപ്പെടുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുസ്ബിഹു മുഅ്മിന, നേരം വെളുത്തപ്പോൾ ആള് മുസ്ലിമാണ്, വയുംസി കാഫിറ, ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ്, അതിനുശേഷം വൈകുന്നേരമായപ്പോൾ ആള് യുക്തിവാദിയായി മാറിയിട്ടുണ്ട്. യുംസി മുഅ്മിനൻ, രാത്രി വരെ മുസ്ലിമാണ്, നിസ്കാരമുണ്ട്, നേരം വെളുക്കുന്നതിനിടയിൽ അവൻ എന്തോ ഒരു യൂട്യൂബ് പ്രഭാഷണം കേട്ടതാണ് ഒരു യുക്തിവാദിയുടെ. അവിടം മുതൽ യുസ്ബിഹു കാഫിറ, നേരം വെളുക്കുമ്പോൾ ഉമ്മ ഇനി ഞാൻ നിസ്കരിക്കില്ല എന്ന് പറയുന്ന വിധം ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാലം അന്ത്യനാളിന്റെ മുമ്പിൽ, ഒരു രാത്രി ദിവസത്തിന്റെയും രാത്രിയുടെയും വ്യത്യാസത്തിൽ ഈമാനിൽ നിന്ന് കുഫറിലേക്കുള്ള യാത്രകൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൈകളിൽ കിടക്കുന്ന സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരമോ അല്ലെങ്കിൽ സ്വാധീനമോ കൊണ്ട് ഒരു ദിവസത്തിനിടയിൽ എത്രയധികം ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, എത്രയാളുകളുടെ വിഷലിപ്തമായ ഭാഷണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് പേടി വേണം. നരകത്തിലേക്ക് അള്ളാഹു എറിയുന്ന പോലെ തീയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ, തീ പോകട്ടെ, നട്ടുച്ച നേരത്ത് നിൽക്കാൻ കഴിയുമോ നമുക്ക്? വെയിലത്ത് തീ തൊടാൻ കഴിയുമോ കൈകൊണ്ട്? തീയിലേക്ക്, നരകത്തിന്റെ തീയ് ഇതിനേക്കാളും 70 ഇരട്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിശക്തമായ ചൂടുകൊണ്ടുണ്ടാക്കിയ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് എങ്ങനെ നിങ്ങൾ പേടിക്കുന്നുവോ അതുപോലെ യുക്തിവാദത്തിലേക്കോ യുക്തിരാഹിത്യത്തിലേക്കോ മതനിരാസത്തിലേക്കോ പോകുന്നത് പേടിക്കുന്ന ഒരു മനസ്സുള്ള ആളുകൾക്ക് ഈമാനിന്റെ മധുരമറിയാൻ കഴിയും.